ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം ഈ 4 മാസങ്ങൾ ജ്ഞാനശക്തിക്ക് പ്രാധാന്യമുള്ള സമയമാണ്. ക്രിയാശക്തിക്ക് ഒട്ടും പ്രാധാന്യമില്ലാത്ത സമയമാണ്. അമിതമായിട്ട് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ലാത്ത ഒരു കാലം എന്നാണ് പറയുക. അതായത് ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം എന്ന് പറയുന്നത് ജ്ഞാനശക്തിക്ക് പ്രാധാന്യം കൂടിയിട്ടുള്ള 4 മാസങ്ങളാണ്. അപ്പോൾ ക്രിയാശക്തിക്ക് പ്രാധാന്യം വളരെ കുറവ് മാത്രം ഉള്ളൊരു കാലം. ശരീരം നന്നായിട്ട് ഇളതായിരിക്കുന്ന ഒരു സമയവും കൂടിയാണ്. ഇതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ ശരീരം ഏറ്റവും ദുർബലമായിരിക്കുന്ന സമയമാണ് കർക്കിടകം, ചിങ്ങം. ഈ സമയത്ത് കർക്കിടക ചികിത്സ എന്നും പറഞ്ഞ് ആരും സ്വന്തം ശരീരം എങ്ങും കൊണ്ട് തിരുമ്മി ഉടയ്ക്കാതിരിക്കുക. ഇത് ആയുസ്സിനെ ബാധിക്കുന്ന വിഷയമാണ്. നമ്മളുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കൈകളെ എത്തിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. നന്നായിട്ട് എണ്ണ തേച്ച് നന്നായിട്ട് തിരുമ്മി കുളിക്കുക. അല്ലാതെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പോയിട്ട് നമ്മൾ തിരുമ്മാനും ഉടയ്ക്കാനും പിഴിയാനും ഒന്നും നിൽക്കേണ്ട കാര്യമില്ല. ഇത് നമ്മുടെ ആയുസ്സിനെ ഖനിക്കുന്ന കാര്യം തന്നെയാണ്. ഇതൊന്നും ആയുർവേദം അനുശാസിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. ഈ കർക്കിടക മാസത്തിലെ ഇടിച്ചിലും പിഴിച്ചിലും ചവിട്ടിത്തിരുമലും ഇതൊന്നും നല്ലതിനല്ല. കാരണം നമ്മൾ 4 മാസം നീളുന്ന 3 അവസ്ഥകളിലൂടെയാണ് ശരീരം സഞ്ചരിച്ചു പോകുന്നത്. അതിൽ ശരീരത്തിന് ഏറ്റവും കേട് കിട്ടാൻ സാധ്യതയുള്ള സമയമാണ് ഈ ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം. അത് കഴിഞ്ഞാൽ ക്രിയാശക്തി മെച്ചപ്പെടുന്ന സമയമാണ് അടുത്ത 4 മാസം. കന്നി, തുലാം, വൃശ്ചികം, ധനു. നമ്മൾ സ്പോർട്സിനെല്ലാം പ്രാധാന്യം കൊടുക്കുന്ന സമയമാണ്. അപ്പോൾ അത് കഴിഞ്ഞാലോ മകരം, കുംഭം, മീനം, മേടം. ഈ 4 മാസങ്ങൾ ക്രിയാശക്തിക്കും പ്രാധാന്യം കുറഞ്ഞ് ജ്ഞാനശക്തിക്കും പ്രാധാന്യം കുറഞ്ഞിട്ട് ഇച്ഛാശക്തിക്ക്, മനസ്സിൻ്റെ ഇച്ഛാശക്തിക്ക് പ്രാധാന്യം കൂടി, ഉല്ലാസത്തിന് ഒക്കെ പ്രാധാന്യം കൂടിയിട്ടുള്ള സമയമാണ്. അപ്പം ഇങ്ങനെ മനസ്സിന്, ആത്മാവിന്, ശരീരത്തിന് വേണ്ടിയിട്ട് 4 മാസങ്ങളാണ്. ശരീരശക്തി ഏറ്റവും ക്ഷയിച്ചിരിക്കുന്ന സമയത്താണ് ഈ കർക്കിടക മാസം വരുന്നത് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ജ്ഞാനശക്തിക്ക് പ്രാധാന്യം കൊടുക്കുക. ശരീരം എടുത്തിട്ട് അധികം റിപ്പയർ ചെയ്യാതിരിക്കുക. ഇതൊന്നും നല്ല ശീലങ്ങളല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്.